പെട്ടെന്ന് ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നതല്ലേ. അതെ മിൻഹ, ഓർമ്മ വെച്ച കാലം മുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട എത്ര പേരല്ലേ നമ്മോട് വിട പറഞ്ഞത്. ഓരോ ദിവസം കഴിയുന്തോറും സ്വപ്നങ്ങൾ പൂവണിഞ്ഞവർ, പൂവണിയാത്തവർ, അങ്ങനെ എത്ര പേർ. റിത, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും നമ്മൾ വലിയ വില നൽകേണ്ടതുണ്ട്. സമയത്തിനും കാലത്തിനും അള്ളാഹു വലിയ പ്രാധാന്യം നൽകിയിട്ട് കാലത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂക്തം വരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വർഷം വിട പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോയവരുണ്ടായേക്കാം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാതിരുന്നവർ വാടിപ്പോയ മരത്തിൽ അത്ഭുതകരമായി വിരിയുന്ന പുഷ്പങ്ങളെ പോലെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും അനുഗ്രഹങ്ങളും കടന്നു വന്നവരും ഉണ്ടായേക്കാം. നോക്കൂ, അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിച്ചവർക്ക് ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ അനുഭവിക്കാത്തവർക്ക് അതിമഹത്തായ കാരുണ്യവും ലഭിച്ചേക്കാം. ഡിയേഴ്സ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്യം, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെയും സമയത്തെയും കുറ്റം പറയരുത്. ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യത്തെയും കുറ്റം പറയാതെ നാം അനുഭവിച്ച ഓരോ പരീക്ഷണങ്ങളും, നമ്മൾ ജീവിച്ച ഓരോ ഘട്ടങ്ങളും, നമ്മൾ വീഴ്ത്തുന്ന ഓരോ കണ്ണീരും, ഉള്ളു തട്ടിയുള്ള ദുആകളും അള്ളാഹു കേൾക്കുന്നുണ്ടെന്ന സത്യം നാം തിരിച്ചറിയണം. അള്ളാഹു ഒരാളോടും കൈവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയല്ല എന്നല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമുക്ക് താങ്ങാൻ പറ്റുന്നതേ നമ്മുടെ റബ്ബ് തരുകയുള്ളൂ എന്ന്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തോട്ട് ഉണ്ട്. അത് ഇങ്ങനെയാണ്: This world is temporary and hereafter is a real lasting life. And he reminded people that not to be overly attached to worldly things. യെസ്, ദ റിയാലിറ്റി. അതെ, എല്ലാം കഴിഞ്ഞൊരു പുതുപുലരി വരാനുണ്ടെന്ന ജ്ഞാനമാണ്, ബോധമാണ് പുതുതലമുറക്കുണ്ടാകേണ്ടത്. തീർച്ചയായും പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പമാണെന്ന് അള്ളാഹു തുടരെ തുടരെ പറയുന്നുണ്ട്. വിപത്തുകൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ അപ്രതീക്ഷിതമായി വരുന്നത് പോലെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അപ്രതീക്ഷിതമായി വരുമെന്ന കാര്യത്തിൽ നാം ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. തീർച്ചയായും ക്ഷമിക്കുന്നവർക്ക് അധികരമായി പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. The greatest rewards comes with the greatest test. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, The people who are closest to Allah are often tested the most, and patience during this period bring the highest reward. എന്താണ് നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ? അള്ളാഹു ഒരാൾക്ക് വിപത്ത് നൽകി പരീക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് അദ്ദേഹത്തോട് ഏറെ ഇഷ്ടമുണ്ടായത് കൊണ്ടാണെന്നും അങ്ങനെ ചുരുക്കം ചില ആളുകൾ മാത്രമായിരിക്കുമെന്നാണ്. ഞാൻ ഈ സമയത്ത് ഓർത്തത് എന്താണെന്നറിയോ? ഫലസ്തീനിലെ ജനതയാണ്. നോക്കൂ നിങ്ങൾ, ഒന്നുമില്ലാത്തവർ ചോദിച്ചു വന്നപ്പോൾ പിറന്ന മണ്ണിൽ കിടക്കാനൊരിടം നൽകിയതാണ്. പിന്നെ അവർ അനുഭവിച്ചത് നമ്മൾ കണ്ടത് മറ്റൊന്നായിരുന്നു. അവസാനം ജീവിതവും കിടപ്പാടും നഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നില്ലേ? മിൻഹ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഗാസ ജനത അനുഭവിച്ച 1% പോലും നമ്മൾ ആരെങ്കിലും അനുഭവിച്ചോ? ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്. പേഷ്യൻസ് ഇസ് ദ ട്രൂ സ്ട്രെങ്ത്. ഫസ്ബിർ സുബ്ര ജമീല. എത്ര സുന്ദരമാണ് ഈ വാക്യമല്ലേ? നന്നായി ക്ഷമിക്കുക എന്നാണ്. എന്നാൽ പുതിയ ജനറേഷനിലെ നമ്മുടെ സുഹൃത്തുക്കളോ, എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താ ഞാനിങ്ങനെ, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, എന്താണ് എന്നോട് മാത്രം അള്ളാഹു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയ ജീവിതത്തെ പോലും അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് സാക്ഷരതയിൽ പോലും 1ാം സ്ഥാനം നേടിയ വിശിഷ്യ കേരളത്തിൽ പോലും ഉള്ളത്. My dears, take advantage of your time before it is gone. പ്രിയരെ, എന്തെങ്കിലും ചിലത് നഷ്ടപ്പെടുന്നതിൽ നിരാശ വേണ്ട. കാരണം നഷ്ടപ്പെടുന്നിടത്ത് തന്നെയാണ് അള്ളാഹു നന്മയുടെ വിത്തുകളും നട്ടിരിക്കുന്നത്. ആ വിത്ത് തളിർത്ത് പുഷ്പിച്ച് ഫലം നൽകുന്ന വൃക്ഷമായി മാറുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന ഒരു നിമിഷം വരാനുണ്ടെന്ന ബോധമാണ് പുതുതലമുറയ്ക്ക് ഉണ്ടാകേണ്ടത്.
ലാ തഖ്നതു മിൻ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷയില്ലാത്തവരാകരുത്. അസാ റബ്ബുന അയ്യുബ്ദിലന ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിന റാഗിബൂൻ. റബ്ബ് മോശമായ ഒന്നിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം നൽകും. തീർച്ചയായും നാം നമ്മുടെ റബ്ബിലേക്ക് ആഗ്രഹിച്ചു തന്നെ ചെല്ലുന്നവരുമാകുന്നു. ഒരു വാതിലടഞ്ഞാൽ അള്ളാഹു അതിലും മനോഹരമായ മറ്റൊരു വാതിൽ നമുക്ക് തുറന്നു തരുമെന്ന സത്യം നാം തിരിച്ചറിയണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ കൂടുതൽ പേരും വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാറുള്ളത്, അല്ലേ? എന്നാൽ നമുക്ക് നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കണം. ലഇൻ ശകർതും ലഅസീദന്നകും എന്നാണല്ലോ. അതെ, നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ പറയണം, എങ്കിൽ അള്ളാഹു നമുക്ക് അധികരിപ്പിച്ച് നൽകും. ഇതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം. എല്ലാവർക്കും സുന്ദരമായ ഒരു വർഷം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.